എല്ലാവർക്കും നമസ്കാരം. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രജപത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ സന്ധ്യാസമയത്ത് മന്ത്രം ജപിക്കുന്നത് എങ്ങനെ ജപിക്കണം, ഏത് മന്ത്രം എങ്ങനെയൊക്കെ ജപിക്കണം, എങ്ങനെ മന്ത്രം ജപിച്ചാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുക. നമ്മൾ എന്ത് കാര്യം സാധിക്കാനും നമുക്ക് ഈ മന്ത്രജപങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രം എല്ലാം കുറച്ച് കുറച്ച് ചെയ്യുന്നവരുണ്ട്. കുറച്ച് ഭഗവത്ഗീത വായിച്ചു, കുറച്ച് രാമായണം വായിച്ചു, കുറച്ച് ഭാഗവതം വായിച്ചു, എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ ആവാൻ പാടില്ല. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കണം. ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം, അതിലിപ്പോൾ നമ്മൾ ദേവി മഹാത്മ്യം മുഴുവനായിട്ടും, നമുക്ക് ദേവി മഹാത്മ്യം മുഴുവനായിട്ട് വായിക്കാൻ കഴിവില്ലാത്തവരുണ്ട്, അത്ര സമയമില്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ മന്ത്രം ഉണ്ടല്ലോ, അതൊരു 21 പ്രാവശ്യം നിങ്ങൾ ജപിക്കുക. ഒരു 21 പ്രാവശ്യം വിളക്കിന് മുന്നിൽ ജപിക്കണം. വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ നമ്മൾ ജപിക്കണം. ഏതാണോ നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്? ദേവി മഹാത്മ്യത്തിലും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഒന്നുകൂടി മന്ത്രം നോക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഈ മന്ത്രം നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലണം. ഇത് സാധാരണ എല്ലാവരും ചൊല്ലാറൊക്കെ ഉണ്ട്, പക്ഷെ അതങ്ങനെ ശ്രദ്ധിച്ച് ചൊല്ലാറില്ല. വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ദേവിയുടെ. ദേവി മഹാത്മ്യത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ സർവമംഗള മംഗല്യേ എന്ന് പറഞ്ഞാൽ എന്താ? സർവമംഗളങ്ങളുടെയും ആസ്ഥാനമായിട്ടുള്ള ദേവി, സർവമംഗളങ്ങളുടെയും ആസ്ഥാനമായ പ്രകൃതി ദേവിയാണ്. ഈശ്വരനിലെ, അതായത് പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്നതിൽ സ്ത്രീക്കാണ് ഏറ്റവും പ്രാധാന്യം. ദേവിയാണ്. ദേവി മഹാത്മ്യത്തിൽ പറയുന്നില്ലേ, മധുകൈടവന്മാരെ കൊല്ലാനായിട്ട് ദേവിയുടെ ശക്തി കൊണ്ടാണ് ഭഗവാനെ ഉണർത്താൻ കഴിഞ്ഞത്. ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് ദേവിയാണ് ഭഗവാനെ ഉണർത്തിയത്. അപ്പൊ ദേവീ ശക്തിക്ക്, സ്ത്രീ ശക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് പക്ഷെ നമ്മൾ ഉപയോഗിച്ചാലേ ആ പ്രാധാന്യം പ്രയോഗത്തിൽ വരും. സന്ധ്യയ്ക്ക് ആദ്യം തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് പിന്നെന്ത് ചെയ്യണം? അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഗണപതി, സരസ്വതി എല്ലാം ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഒരു 21 പ്രാവശ്യം, 108 പ്രാവശ്യം ചൊല്ലിയാൽ കുറച്ചുകൂടി നല്ലതാണ്. ഒരു 21 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അതില്ലെങ്കിൽ ഒരു 108 പ്രാവശ്യം ചൊല്ലിയാൽ വളരെ നല്ലതാണ്. ഈ മന്ത്രം മാത്രം ചൊല്ലുക. അങ്ങനെ നിങ്ങൾ ഒരു 41 ദിവസം ചെയ്ത് നോക്കൂ. നിങ്ങളിൽ തീർച്ചയായിട്ടും മാറ്റം നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിനെ നമ്മൾ എഴുതിയും വെക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് നമ്മൾ ഒരു 21 പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പൂജാമുറിയിൽ എടുത്തു വെക്കാം. ദേവി മഹാത്മ്യ ബുക്കിൻ്റെ ഉള്ളിലോ അങ്ങനെ എടുത്തു വെക്കുകയും ചെയ്യും. ഇപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം? സർവമംഗളമംഗല്യേ, സർവമംഗള സ്വരൂപിണിയായ ദേവി, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ശിവം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവനെ നമ്മൾ പറയില്ലേ, ശിവൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നല്ലത് എന്നുള്ള അർത്ഥമാണ്. ശിവമായത് എന്ന് പറഞ്ഞാൽ നല്ലതായത് എന്നാണ്. ഓം നമ ശിവായ നമ്മൾ പറയും. എന്താണ് അർത്ഥം? എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്നാണ്. ശിവായ നമ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? ശിവായ നമ എന്നുള്ളതിന് മുന്നിലൊന്നും ചേർക്കില്ല. അപ്പൊ നമ്മൾ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയും. പക്ഷെ ശ്രീ ശിവൻ എന്നാരും പറയാറില്ല. എന്താ കാരണം? ശിവം എന്നുള്ള പദം തന്നെ മതി. അത് തന്നെ എന്താണ്? ശ്രീയുടെ പര്യായം തന്നെയാണത്. ശിവായ എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമായ, വളരെ ഐശ്വര്യമായ, വളരെ സന്തോഷപ്രദമായ ഒരവസ്ഥയാണ് ശിവം. ശിവദം എന്ന് പറയില്ലേ? ശിവദം എന്ന് പറഞ്ഞാൽ, ശിവദത്തിലെത്തുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സന്തോഷകരമായ അവസ്ഥയിലെത്തുക, ആത്മീയമായ ഉന്നതമായ സ്ഥാനത്തെത്തുക എന്നുള്ളതാണ് ശിവദം. അപ്പൊ ശിവം എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരം. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്ന് പറഞ്ഞാൽ എന്താ? സർവ അർത്ഥങ്ങളെയും തരുന്നവൾ, ലക്ഷ്മി എന്നൊക്കെ പറയില്ല. സർവ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾക്ക് വേണ്ട ധനം, ഐശ്വര്യം, സമ്പത്ത്, അതുപോലെ ശ്രീ, പിന്നെ ധൈര്യം, പിന്നെ ധാന്യങ്ങൾ, പിന്നെ സന്താനം, അങ്ങനെയുള്ള പല പല എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ആരോഗ്യം, അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും തരുന്നവൾ ആണ് ദേവി. സർവാർത്ഥ സാധിക, എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ച് തരുന്നവൾ. ആഗ്രഹങ്ങൾ പക്ഷെ എങ്ങനെയുള്ളതായിരിക്കണം?
അത്യാഗ്രഹങ്ങളായിരിക്കരുത് കേട്ടോ. അത്യാഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ ഭഗവാന്റെ മുന്നിൽ പറയരുത്. കാരണം ഇപ്പം എനിക്ക് 10 ലക്ഷത്തിൻ്റെ കാറ് വേണമെന്നോ അതുപോലെ 20 ലക്ഷത്തിൻ്റെ വീട് വേണമെന്നോ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കരുത്. നമ്മൾക്ക് വീടില്ലെങ്കിൽ ഒരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾക്കിത് പ്രാർത്ഥിക്കാം ഈശ്വരനോട്. പിന്നെ അതുപോലെ ഒരു കുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കല്യാണം കഴിയാൻ വേണ്ടി ചെയ്യാം. അപ്പം അങ്ങനെ ന്യായമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ന്യായമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നവൾ സർവാർത്ഥ സാധികേ. ശരണ്യേ, ശരണ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരണ്യ എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിക്കാൻ അർഹതയുള്ളവൾ എന്നർത്ഥം. നമ്മൾക്ക് ആശ്രയം തരുന്നവൾ ശരണ്യ. നമ്മൾക്ക് ആശ്രയം തരുന്നവരാണ് ശരണ്യ. ശരണ്യെ. ത്രയംബകേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 കണ്ണുകളുള്ളത്. 3 കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ തൃക്കണ്ണ് എന്ന് പറയുന്നതിൽ എന്താണത്? അത് അറിവിന്റെ കണ്ണാണത്. അപ്പോൾ 3 അറിവിന്റെ കണ്ണുകൾ കൂടിയുള്ള, സാധാരണ ഉള്ള 2 കണ്ണുകൾ കൂടാതെ ജ്ഞാനദൃഷ്ടി അല്ലെങ്കിൽ അറിവിന്റെ കണ്ണുകൾ കൂടി ഉള്ളവളെ. അപ്പോൾ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ അർത്ഥം ഉള്ള ഈ നാമം ഈ ദേവിയുടെ ഈ നാമം നമ്മൾ ഒരു 21 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 108 പ്രാവശ്യം നിങ്ങളൊരു 41 ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട് വളരെ ശുദ്ധിയോടുകൂടി വേണം ജപിക്കാൻ. അതല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ട് ചെയ്യുക. അപ്പം പിന്നെ നമ്മൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കഴിച്ചു അങ്ങനെ അപ്പം നമ്മൾ വൈകുന്നേരം അത് ജപിക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിരാവിലെ ജപിക്കുക 108 പ്രാവശ്യം. അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയിട്ട് ശുദ്ധമായി വന്നിട്ട് മേലൊക്കെ കഴുകി വന്ന് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയിട്ട് 108 പ്രാവശ്യം ജപിക്കുക. അല്ലെങ്കിൽ 21 പ്രാവശ്യമെങ്കിലും ജപിക്കുക. എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ സാധിക്കുന്നതാണ്. ഒരു 41 ദിവസം നിങ്ങൾ ഇത് ജപിച്ച് നോക്കൂ. എന്നിട്ട് പറയും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്